മുമ്പില് 2014 2015 ഇന്റർനാഷണൽ ഡയറക്ടറി ഉണ്ട്. അത് ഔട്ട്സൈഡ് USA ആൻഡ് കാനഡ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അയച്ചു കൊടുത്ത അമേരിക്കയിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന ഇന്റർനാഷണൽ ഡയറക്ടറിയാണ്. ഞാനത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ഇപ്പോൾ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ലോകം നിറയെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ഉണ്ട്. ഈ ലളിതമായ പ്രോഗ്രാമിൽ കൂടെ വളരെയധികം ആളുകൾ പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നുണ്ട്. കുറേ ആളുകൾ നിലനിൽക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് ജീവനും തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ റിലാപ്സ് ഭയങ്കരമാണ്. വളരെ തീവ്രമായ റിലാപ്സിനോടൊപ്പം തന്നെ മെൻ്റൽ ഡിസീസ്. ഞാനിത് വെറുതെ പറയുകയല്ല, വിത്ത് എവിഡൻസ് ഐ ആം ടെല്ലിങ്. ലോകം മുഴുവനും ഈ മൾട്ടിപ്പിൾ ഡ്രഗ് യൂസ്, ആൽക്കഹോൾ മാത്രമല്ല, ആൽക്കഹോൾ മാത്രമുള്ളവർ വളരെ ചുരുക്കം വരെ ഇപ്പോൾ മോർ ഓഫ് ദി യങ്ങർ ജനറേഷൻ അവർ മുഴുവനും ആൽക്കഹോൾ ഒന്നും മറ്റ് ലഹരി വസ്തുക്കൾ കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ സിവിയർ ടൈപ്പ് ഓഫ് സൈക്യാട്രിക് പ്രോബ്ലംസ്. പിന്നെ ഈ സൈക്യാട്രിക് പ്രോബ്ലം അതുപോലെ ആൽക്കഹോളിസം പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് യൂസ് ഡിസീസ്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള രോഗവും മാനസിക രോഗം കൂടി ഉള്ളപ്പോഴത്തേക്കും അതിൽ നിന്ന് റിക്കവറി ഭയങ്കര ഓൾമോസ്റ്റ് അസാധ്യമാണെന്ന് പറയാം. ഓൾമോസ്റ്റ് അസാധ്യമായിട്ടുള്ള രീതിയിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് റിലാപ്സ് വരുന്നത്. അപ്പോൾ ഈ കാര്യം ഞാനൊന്ന് ശക്തമായിട്ട് ആൾക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ടോട്ടൽ അബ്സ്റ്റിനൻസ് ഫ്രം ടോട്ടൽ ഡ്രഗ്സ്, എല്ലാ ലഹരി വസ്തുക്കളിൽ നിന്നും എല്ലാ തരത്തിലും എന്നേക്കുമായിട്ടുള്ള ഒരു വിട്ടുനിൽക്കലാണ്. നമ്മൾ ഈ ആൽക്കഹോളിസ് ആണെങ്കിലും മറ്റ് സബ്സ്റ്റൻസ് യൂസ് ആണെങ്കിലും നമുക്ക് ഒരു ജീവനും ജീവിതവും തിരിച്ചു കിട്ടാനുള്ള ഈ പ്രോഗ്രാം ഫലപ്രദമായി നടത്താനും അതിൽ കൂടി നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനും ഉണ്ടാകുന്നത് ടോട്ടൽ അബ്സ്റ്റിനൻസ് ഫ്രം ടോട്ടൽ ഡ്രഗ്സ്. അത് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ എത്രയോ ആൾക്കാർ വരുന്നു പോകുന്നു. അവർക്കൊരു റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മൾട്ടിപ്പിൾ ടൈംസ് റിലാപ്സ് ആയതിനു ശേഷമാണ് കിട്ടുന്നത്. ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെയൊക്കെ സുഹൃത്തായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എന്തൊരു ദയനീയമായിട്ടൊരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലൊക്കെ പോയി 2023 മറ്റേ 2003 മറ്റേ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ പോയി. ഒരു മാസം അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് റിലാപ്സുമായി, മൾട്ടിപ്പിൾ ടൈംസ് റിലാപ്സ്. പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തതാണ്. ഇപ്പോൾ 2025 കണ്ടു. അപ്പോൾ സൈക്യാട്രിക് പ്രോബ്ലംസ് ഉണ്ട്. അത് പലതരത്തിലെ സംടൈംസ് അത് പഴയ ഒരു പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു മരുന്ന് പോലെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും. ഒരു 10% ആൾക്കാർ, നമ്മുടെ വരുന്ന ആൾക്കാർക്ക് തന്നെ അവർക്കൊക്കെ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മാനസിക പ്രശ്നം ഉള്ള ആൾക്കാർ മദ്യവും മറ്റു ലഹരികളും ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അവർക്ക് നല്ല ഉറക്കം കിട്ടുന്നു, നല്ല സുഖം കിട്ടുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അതാണ് അവരുടെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തുടക്കം ഒരു മാനസിക പ്രശ്നമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ചിലപ്പോൾ തെറ്റായി കണക്കാക്കാം. എനിക്ക് ഇപ്പോൾ ജോലിയിൽ ചില തകരാറ് പറ്റി, സാമ്പത്തിക പ്രശ്നം പറ്റി, അല്ലെങ്കിൽ
ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലുണ്ടായി, ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ ആ പ്രോബ്ലം ഒക്കെ ആക്ച്വലി ഇറ്റ് മേ ബി ഡ്യൂ ടു എ സൈക്കാട്രിക് പ്രോബ്ലം, ഇറ്റ് മേ ബി ഡ്യൂ ടു ഡിപ്രഷൻ, ചിലപ്പോൾ വിഷാദ രോഗം കൊണ്ടായിരിക്കാം, അത് നേരത്തെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉയർത്തെഴുന്നേറ്റ് വന്ന് കാണും അത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഒരു നല്ല മരുന്നായിട്ട് തോന്നി, നല്ല ഉറക്കം കിട്ടി, നല്ല സുഖം കിട്ടി, അതൊരു മരുന്നായി. ആ മരുന്ന് അഡിക്ഷനിലേക്ക് കൊണ്ടുപോയി. അത് കുറേ നാളത്തേക്ക് അങ്ങനെ വന്നും പോയിരുന്നു. അതുമായിട്ട് ജീവിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ വിചാരിച്ചു ഇത് ഓക്കെയാണ്, ഇതുമായിട്ട് ജീവിക്കുന്നത് ഓക്കെയാണെന്ന് തോന്നി. പക്ഷേ അവിടെ ഡബിൾ എൻട്രിയാണ്. ഒന്ന്, ഈ മദ്യാസക്ത രോഗം, അവിടെ യൂസ് ഡിസോർഡർ എന്ന് ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം ഹലോ, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ആരോ ഒരാൾ ഇതിനിടയ്ക്ക് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു തുടക്കം ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആയിരുന്നു. അത് പല പ്രാവശ്യം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. രോഗിയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, രോഗിയുടെ കൂടെയുള്ളവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ആ പ്രോബ്ലം ഒരു ആൽക്കഹോളിസം അഡിക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അഡിക്ഷനിലേക്ക്, മറ്റു ലഹരികളുടെ അഡിക്ഷനിലേക്ക് അത് കൊണ്ടുപോയി. പിന്നത്തെ ഒരു കഥ വളരെ വ്യത്യസ്തമാണ്. അതങ്ങനെ ആ യൂസ് ഡിസോർഡർ, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ ഉപയോഗം തന്നെ ഒരു മാനസിക രോഗത്തിലേക്ക് തിരിയും. ആ മാനസിക രോഗം തിരിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഇൻഡ്യൂസ് ഡിസോർഡർ, ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ട് കടുത്ത മാനസിക രോഗം, 4-5 തരം രോഗങ്ങളുണ്ട്, അതിലേക്ക് തിരിയും. അപ്പോൾ എന്താ ഈ സംഗതി? 2 ഡബിൾ അറ്റാക്ക്. ഒരു മാനസിക രോഗം നേരത്തെ ഉണ്ടായി, അത് മദ്യത്തിലും ലഹരിയിലും ചെന്നു, ആ ലഹരി തലച്ചോറിൽ പ്രവർത്തിച്ചു, വീണ്ടും അത് വേറൊരു തരത്തിൽ, വേറെ റൂട്ടിൽ കൂടി ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ട് വേറെ മാനസിക രോഗം ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, കടുത്ത ഭീകരമായിട്ടുള്ള അവസ്ഥയാണത്. അപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാം ഒരു വലിയ മരുന്നാണ്. വലിയ മരുന്നെന്ന് വെച്ചാൽ വലിയ മരുന്ന്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സയൻസ് എന്താന്ന് വെച്ചാൽ വിട്ടുനിൽക്കലാണ്, അബ്സ്റ്റിനൻസ്. ഈ ഒരു തത്വം ഇതിൻ്റെ ഉള്ളിലുള്ള ബഹുഭൂരിപക്ഷം ആൾ മനസ്സിലാക്കുന്നില്ല. അതുകൂടാതെ തന്നെ സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല, ഈവൻ പല പ്രൊഫഷണൽസ് മനസ്സിലാക്കുന്നില്ല, വിദ്യാഭ്യാസമുള്ളവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പുതിയ റിസർച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേണ്ട, ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും ഒക്കെ പറയുന്നുണ്ട് ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നില്ല, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരിലേക്ക് എത്തുന്നില്ല, അവരുടെ ബന്ധുക്കളിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ റിലാപ്സ് വളരെ കൂടുതലും. അതുകൊണ്ടാണ് വേറെ കാസിം എന്നെ വിളിക്കുന്നുണ്ട്. കാസിമിന് ഇപ്പോൾ ഇതിൽ നാർക്കോട്ടിക് അനോണിക്സിൽ പറഞ്ഞ് എന്നെ ക്ഷണിച്ചൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് പോകാൻ പറ്റില്ല. അവർക്കിതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. കേൾക്കാം സാറേ, കേൾക്കാം. അതിൽ വേറെ ഇത് ഗ്രൂപ്പിൽ നിന്ന് അപ്പൊ സാറ് വിളിക്കുന്നു. അയാളോട് കോള് വരുമ്പോ പറഞ്ഞിട്ട് വെക്കാം, അല്ല, അല്ലെങ്കിൽ അയാൾ വിളിച്ചോണ്ടിരിക്കും. അയാളോട് പറ ഇങ്ങനെ ജോലയിലാന്ന് പറ. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡബിൾ അറ്റാക്ക്, ഒന്ന് ഒരു മാനസിക രോഗത്തിൻ്റെ ഉള്ളിൽ നിന്നും മദ്യപാന രോഗത്തിലേക്ക്, മറ്റു ലഹരിയിലേക്കോ അഡിക്ഷനിലേക്ക് പോയി, അഡിക്ഷൻ ബ്രെയിൻ ഡിസീസ് ഉണ്ടാക്കി, അത് ഒരു കടുത്ത മാനസിക രോഗത്തിൻ്റെ വേറൊരു റൂട്ട്. അപ്പോൾ ഡബിൾ റൂട്ടാണ്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാൾക്ക് റിക്കവറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഏത് തരത്തിൽ വന്നാലും, 2 റൂട്ടിൽ കൂടി വന്നാലും ശരി, നമുക്ക് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ഈ കാര്യത്തിൽ ഈ സബ്സ്റ്റൻസ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും നിർത്തുക, ഈ 24 hour പ്രോഗ്രാം അതിൽ നിർത്തി റിക്കവറി ഉണ്ടാക്കി ബ്രെയിൻ വളരെയധികം മെച്ചപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിലെ അറ്റൻഡൻസ് മെച്ചപ്പെടുത്തി ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഓപ്പൺ മൈൻഡ്, ഒരു തുറന്ന മനസ്സോടെ സ്വീകരിച്ച്, ആ ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ നല്ലതും മോശപ്പെട്ടതൊക്കെ കിട്ടും. പക്ഷെ അതിനെ വേർതിരിച്ച് എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയാൻ കുറേ സമയം പിടിക്കും. അത് അതിനുള്ള ഒരേ ഒരു പോംവഴി ഗ്രൂപ്പിൽ എന്നെന്നും പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ മൈൻഡ്, നല്ലതും മോശപ്പെട്ടതും എല്ലാ സ്ഥലത്തും ഉണ്ട്, എവിടെയുണ്ട്. എനിക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിശക്തിയോടുകൂടി അത് തിരഞ്ഞെടുക്കുക. നമ്മൾ പ്രോഗ്രാം നമ്മളിൽ തന്നെ പ്രവർത്തിപ്പിക്കുക, അതിനെ എൻജോയ് ചെയ്യുക. ഈ പ്രോഗ്രാം അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ സമാധാനമുള്ള മനസ്സ്, അതായത് സോബർ മൈൻഡ്. സോബർ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ഇതാണ്. ഞാൻ സോബറാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാനൊരു ലഹരി വസ്തുവിൽ നിന്നും ഒഴിവായി നിൽക്കുകയാണിപ്പോൾ. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനമുണ്ട്. ഇപ്പോൾ ഇമ്പൾസീവ് അല്ല, എടുത്തിയാട്ടമില്ല, അങ്ങനെ അമിത ചിന്തകളും അങ്ങനെ അധികം ക്രേവിങ് ഒന്നുമില്ല. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, എന്നത്തെ ജീവിതം ഒരു സാധാരണ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതാണ് സോബർ. അപ്പോൾ അങ്ങനെ ഒരു ടോക്സിക് സബ്സ്റ്റൻസ്, ഒരു വിഷാംശം കലർന്നൊരു സാധനം നമ്മുടെ ശരീരത്തിലോ തലച്ചോറിൽ കയറിയിട്ട് പ്രവർത്തിച്ച് അതിൽ നിന്നും നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന സമാധാനത്തിനാണ് സോബ്രേറ്റി എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ സോബ്രേറ്റി എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. അതിൻ്റെ മീനിങ് അതാണ്. നമ്മൾ ലഹരി സാധനത്തിൽ നിന്നും വിട്ടുനിന്ന്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിട്ടുനിന്ന് കിട്ടുന്ന സമാധാനം, അതാണ്. അപ്പം അങ്ങനത്തെ സോബ്രേറ്റി മുമ്പോട്ട് കൊണ്ടുപോയി ഞാൻ എപ്പോഴും പറയുന്ന മിനിമം പീരീഡ് 3 months ആണ്. 3 months. കാരണം അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഇത് നമ്മൾ പഴമക്കാരായിട്ടുള്ള എക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വളരെ കറക്റ്റാണ്. സയൻറ്റിഫിക്കലി ഓൾസോ ഇറ്റ് ഈസ് കറക്റ്റ്. ഒരു 3 മാസം കൊണ്ട് ഈ ടോട്ടൽ സബ്സ്റ്റൻസിൽ നിന്നും, എല്ലാ ലഹരിയിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ സോബർ അവസ്ഥ, അത് ദാറ്റ് ഷുഡ് ബി എൻജോയ്ഡ്. അത് നമ്മൾ എവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നോ, എവിടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, എവിടെയൊക്കെ നമ്മൾ ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഈ 3 കാര്യങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു മനുഷ്യന്, ആ ഇൻട്രാക്ഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ നമുക്കൊരു സ്വസ്ഥത, ഒരു സോബ്രൈറ്റി അത് വാഗ്ദാനം ചെയ്യും. അത് നമ്മൾ പിടിവിടാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവനും ജീവിതവും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇതാണ് എൻ്റെ മെക്കാനിസം. അത് മറ്റൊന്നിലും കൂടിയല്ല, തലച്ചോറിലെ ന്യൂറോ കെമിക്കൽസ്, തലച്ചോറിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, തലച്ചോറിൽ നിന്ന് വരുന്ന ബോധം, തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്ന ധാരണകൾ, തലച്ചോറിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്, ഓർമ്മ മെച്ചപ്പെടുത്താൻ കഴിയുന്നത്, സ്ഥലകാല സമയബോധം മെച്ചപ്പെടുത്താൻ പറ്റുന്നത്, ചിന്തകൾ മെച്ചപ്പെടുത്താൻ പറ്റുന്നത്, നമ്മുടെ സ്പീച്ച്, നമ്മുടെ ബിംബങ്ങളാണ്. നമ്മുടെ വാക്കുകളൊക്കെ ഓരോ ബിംബങ്ങളാണ്, ഒരു അർത്ഥം സ്ഫുരിക്കുന്ന ഒരു ബിംബമാണ് ഓരോ വാക്ക്. അപ്പൊ അതെല്ലാം മെച്ചപ്പെടും. ജന്മവാസനകളൊക്കെ നിങ്ങൾ ശരിക്കും ആൽക്കഹോൾ അഡിക്ഷൻ്റെ ഉള്ളിൽ ജന്മവാസനകളൊക്കെ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്ത്, അതായത് പൊട്ടിത്തെറിച്ചിട്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളതിനെപ്പറ്റി ധാരണയില്ല എന്നുള്ളതാണ്.
ആ ജന്മവാസനകൾ സാധാരണ ഉള്ള എല്ലാവർക്കും പോലെയാണ്. ഇപ്പോൾ നമുക്ക് വെള്ളത്തിന് ദാഹം, അല്ലെങ്കിൽ വിശപ്പ്, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഇതൊക്കെ ഇതെല്ലാം വരുന്ന സമയത്ത് ഒരു സബ്സ്റ്റൻസ് അല്ലെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഈ ജന്മവാസനകളിൽ പോലും പൊട്ടിത്തെറിക്കലാണ്, ഇമ്പൾസീവാണ്. ഒരു സോഡ കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? വെള്ളം ദാഹിക്കുമ്പോൾ ഒരു ആൽക്കഹോളിക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. അത് ഓരോ കാര്യത്തിലും അത് ഭയങ്കര എക്സ്പ്ലോഡ് ചെയ്ത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ്. അതൊക്കെ ഈ സോബ്രൈറ്റി വരുമ്പോൾ തന്നെ അയാളെ നിരീക്ഷിക്കുക. അതെല്ലാം ആ എക്സ്പ്ലോഡ് ചെയ്യുന്ന, ആ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ നിന്നും അതൊക്കെ പതുക്കെ പതുക്കെ ഒരു സാധാരണ ലെവലിലേക്ക് വരും. അതാണ് റിക്കവറിയുടെ ഒരു ലക്ഷണം. അതാണ് ഈ ഞാൻ പറഞ്ഞ സമസ്ത മേഖലകളിലും. ഇപ്പോൾ ജന്മവാസനകൾ, അതിൻ്റെ മുകളിൽ കൺട്രോൾ വന്നു. അതുപോലെ നമ്മളെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു, ആ ഇൻറ്റൻഷൻ. ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ലക്ഷ്യം, ആ ഉദ്ദേശം, അത് സഫലമാകുന്നു. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം, വേറെ സ്ഥലത്തേക്ക് പോയി അത് നമ്മളെ അഡിക്ഷനായിട്ട് ബന്ധമുള്ള സ്ഥലമാണെങ്കിൽ അങ്ങോട്ട് പോവുക. അപ്പോൾ ആ ഉദ്ദേശങ്ങളിൽ നിന്നൊക്കെ മാറി ഉദ്ദേശം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് തിരിച്ചു കിട്ടും. അതുപോലെ നമ്മുടെ ഇച്ഛാശക്തിയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും മെച്ചപ്പെടും. ഇതൊക്കെയാണ് ഒരു ആൽക്കഹോളിക്കിന് തിരിച്ചു കിട്ടുന്ന കാര്യം. അയാൾ അറിയാതെയാണ് ഇതെല്ലാം കിട്ടുന്നത്. ആക്ച്വലി ഈസ് നോട്ട് അവെയർ ഓഫ് ദിസ്. ഈ കിട്ടുന്ന സംഗതികൾ അയാളുടെ ജീവനും ജീവിതമാണ്. അത് അയാൾക്ക് അറിയാൻ പാടില്ല. ഈ പ്രോഗ്രാമിൽ വന്ന് ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും, ഞാൻ ഒന്നും കൂടി പറയാം, അയാൾക്ക് തിരിച്ചു കിട്ടുന്നത് നല്ല ധാരണകൾ, നല്ല ശ്രദ്ധ, ഓർമ്മ മെച്ചപ്പെടുത്തൽ, ബന്ധങ്ങൾ, എല്ലാമായിട്ടുള്ള ബന്ധം, സ്ഥലകാല സമയബോധം, ആളുകൾ, സ്ഥലങ്ങൾ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, ചിന്തകൾ, അതിൻ്റെ മുകളിലുള്ള കൺട്രോള്, അതുപോലെ സംസാരത്തിൻ്റെ മുകളിലുള്ള കൺട്രോള്, ജന്മവാസനകളുടെ മുകളിലുള്ള കൺട്രോള്, ഉദ്ദേശങ്ങൾ നടപ്പിലാകുന്നു, അത് പതുക്കെ ആണെങ്കിലും അത് നടപ്പിലാവുന്നു, ഇച്ഛാശക്തിയോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇതൊക്കെ പുസ്തകത്തിൽ ബിഗ് ബുക്കിലും ഈവൻ പ്രാർത്ഥനയിൽ വരെയൊക്കെ ഉണ്ട് പല കാര്യങ്ങൾ. അതുപോലെ നമുക്ക് അവസാനം നമ്മൾ നമുക്ക് കിട്ടുന്ന എന്താണ് തിരിച്ചു കിട്ടുന്നതെന്ന് നമ്മൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അതിലൊക്കെ ഇതുണ്ട്. ഇതെല്ലാം ഒരു മധ്യാസക്തൻ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും ഇതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. സോ ദാറ്റ് ഐ ക്യാൻ ലീവ്. എനിക്ക് എൻ്റെ കുടുംബം, ഫാമിലി എനിക്ക് തിരിച്ചു കിട്ടി. എത്രയോ ഫാമിലികളൊക്കെ സെപ്പറേഷൻ്റെ വക്കിലും വേർപാടിൻ്റെ വക്കിലും അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ അവരുടെയൊക്കെ കാര്യം വളരെ ഭയങ്കര ദയനീയമാകട്ടോ. അതിൻ്റെ ഇടയിലുള്ള സ്ത്രീകൾ കഷ്ടപ്പെടുന്നതൊക്കെ അപാരമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന്, അപ്പോൾ ഞാൻ വന്ന സുഹൃത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഞാൻ ഇന്ന് ഓർത്തത്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിയായ ഒരു ചികിത്സ അവിടെ നടക്കുന്നില്ല. ശരിയായ ചികിത്സ എന്ന് പറഞ്ഞാൽ, വീണ്ടും ആവർത്തിക്കുകയാണ്, 24 അവർ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ കൂടി ജീവിക്കലാണ്, ജീവിതത്തെ നേരിടലാണ്. അപ്പോൾ അതിന് സഹായിക്കാൻ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സപ്പോർട്ട്, ഏലുള്ള സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, ഈ സപ്പോർട്ട് സിസ്റ്റം ശരിക്കും ഉപയോഗിക്കണം. അങ്ങനെ നല്ല ഞാൻ ഇത്ര 1 വർഷം 50 ദിവസം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം ഞാനങ്ങനെ സോബറാണെന്ന് ആനന്ദത്തോടെ, സന്തോഷത്തോടു കൂടി അത് പറയാനും അത് പ്രകടിപ്പിക്കാനും ആ ആഹ്ലാദം പങ്കിടാനും ഒക്കെ ഉള്ള ഒരു കഴിവ്, അതൊക്കെ മീറ്റിങ്ങിൽ കേൾക്കുന്ന മറ്റ് മധ്യാസക്തർക്ക് അത് വലിയ പ്രചോദനമാണ്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ റിക്കവറിക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഏറ്റവും വലിയ റിലാപ്സിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ, നമ്മുടെ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗികമായിട്ടോ അല്ലാതെയുള്ള നമ്മളെ അതിമോഹങ്ങൾ, നമുക്ക്
ഒരു കാര്യത്തിലുള്ള ശ്രദ്ധ, കെയർ, അതല്ല നമ്മൾ കൂടെ ജീവിക്കുന്നവർക്ക് കെയർ കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ തമാശ പറയാൻ പറ്റാത്തത്, അല്ല ഭയത്തിൽ നിന്ന് ഒരു സമാധാനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു പകയുണ്ടായിട്ട് ആ പക തടുത്തു നിർത്തി അതിനെ മനസ്സിലാക്കി അത് നടപ്പിലാക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്, ഈ പക ഭയങ്കര സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചു കാണുമെന്ന് എനിക്ക് തോന്നണം, ഏതോ ഒരു ജ്യേഷ്ഠനോ അനിയനോ മറ്റേ അനിയൻ ജ്യേഷ്ഠനെ ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിൻ്റെ പക തീർത്തത് അയാളെ കൊന്നിട്ടാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതിൻ്റെ പക, ആ പകയാണ് കൊലപാതകം. ആലോചിച്ച് നോക്കുക, പക എത്രമാത്രം ഈ രോഗത്തെ പറ്റി യാതൊരു വിവരമില്ലാത്ത രോഗി അയാള് ആ മനുഷ്യനെ കൊന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൽ നടക്കുന്ന സംഗതികളാണ്. ഈ പക വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വികാരമാണ്. ആൽക്കഹോളിസം ബാധിച്ച ആളുടെ പക പലപ്പോഴും അയാളെ ജയിലിലെത്തിക്കും. ഒന്നില്ലെങ്കിൽ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ലോസ്, എന്ത് കാര്യമായിട്ടുള്ള വസ്തുവകൾ നശിപ്പിക്കൽ, വയലൻസ്, എന്തിനെങ്കിലും അത് ചെല്ലും. ഇപ്പോൾ ചിലപ്പോൾ ജ്യേഷ്ഠനെ കൊന്നു, അതല്ല ചിലപ്പോൾ ജ്യേഷ്ഠൻ്റെ കാർ അവിടെ ഉണ്ട്, കാറങ്ങ് കത്തിച്ച് കളയും. അങ്ങനെ പകയുണ്ടായിട്ട് ഭാര്യയും മക്കളെയും കത്തിക്കാൻ തുടങ്ങിയ ആൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പക, അത് 8ാം പടിയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് മരുന്ന്. അങ്ങനെ ഒരു പകയുള്ളവർ 8ാം പടി നേരത്തെ തന്നെ നടപ്പിലാക്കണം. അത് ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി കൊടുക്കും അയാൾക്ക്. എന്താണ് 8ാം പടി? ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി പരിഹാരം ചെയ്യാൻ തയ്യാറായി. ആ പരിഹാരം അത് ശക്തമായിട്ടും വ്യക്തമായിട്ടും അത് ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, അയാളുടെ ആ പക വളരെയധികം കുറയും, വളരെയധികം പക ഇല്ലാതാവും. ഇത് പരീക്ഷിച്ച പല ആൾക്കാരെ എനിക്കറിയാം. പഴമക്കാരായ പല ആൾക്കാരും അതൊക്കെ നടപ്പിലാക്കി മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പല ആൾക്കാരും എനിക്കറിയാം. അതുപോലെ നമ്മൾ തലച്ചോറിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാഷ്വലായിട്ടാണെങ്കിലും യാദൃശ്യമായിട്ടെങ്കിലും ഈ പ്രോഗ്രാമിൽ കയറുമ്പോഴും നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാർ പറയുന്ന വാക്കുകൾ കൂടിയും കുറച്ച് സയൻറ്റിഫിക്, ശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ വളരെ നല്ല വിവരങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഉപദ്രവങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ളൊരു സന്തോഷം. ഉപദ്രവം ഉള്ളപ്പോഴത്തേക്കും സന്തോഷം ഉണ്ടാവില്ല, അത് ശരിയായിട്ടുള്ള ജീവിതം ഉണ്ടാവില്ല. ഒരാൾ ഏല് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അയാൾ ഉപദ്രവകാരിയാണ്. എപ്പോഴും അയാൾ ഉപദ്രവിക്കുന്ന വാക്കുകൾ പറയുന്നു, അസഭ്യങ്ങൾ പറയുന്നു. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഈ പ്രോഗ്രാം ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റും? ഹാംഫുൾ ആയി കഴിഞ്ഞ് ജോയ്ഫുൾ, സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ല. അത് രണ്ട് മ്യൂച്വൽ ആയിട്ട് ഒരു സ്നേഹവും സന്തോഷവും ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് മാത്രം ഉണ്ടായാൽ അത് ശരിയാവില്ല. അപ്പോൾ അത് നല്ല മെമ്മറീസ് വേണം, നല്ല ഓർമ്മകൾ. അതുകൂടാതെ മീനിങ് ഫുള്ളായിട്ടുള്ള, നമ്മൾ നല്ല അർത്ഥപൂർണമായിട്ടുള്ള ഒരു പരസ്പര സഹകരണമുള്ളൊരു ജീവിതം, അനുസരിച്ചുള്ള ഇമോഷൻസ്, ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ റിലാപ്സിൽ എയുടെ പ്രോഗ്രാമിൽ തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ. ഇത് കൂടാതെ ശാരീരികമായിട്ട് വളരെയധികം ബെനിഫിറ്റ് ശാരീരികമായി ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. കാരണം വെച്ചാൽ, പണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ വിശന്നു കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണം
ശരിയായിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരാൾ ഈ പ്രോഗ്രാമിൽ വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ ഭക്ഷണത്തോടുള്ള ആർത്തി, പ്രത്യേകിച്ച് ഈ പുകവലിയൊക്കെ നിർത്തുന്ന ആൾക്ക് ഭയങ്കര ആർത്തിയായിരിക്കും. അയാളുടെ തടിയൊക്കെ പെട്ടെന്ന് വർദ്ധിക്കും, വെയിറ്റൊക്കെ കൂടും, അയാൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. സ്മോക്കിംഗ് സെസേഷനിൽ കൂടി വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നതാണ്. സ്മോക്കിംഗ് സെസേഷനിൽ കൂടി ഞാനിപ്പോൾ ഇത് ആൽക്കഹോളിക്സ് അനോണിമസിലാണ് സംസാരിക്കുന്നതെങ്കിലും ഞാൻ ഈ സ്മോക്കിങ്ങിനെ പറ്റി 2 വാക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആൾക്കാർ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സമയത്താണ് സ്മോക്ക് ചെയ്യുന്നത്. അങ്ങനെ അതൊരു അഡിക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തമ്മിൽ ഭയങ്കര നല്ല വളരെ അടുത്തൊരു ബന്ധമുണ്ട്. സ്മോക്കിംഗ് സെസേഷൻ, ഈ പുകവലി നിർത്തൽ ഭയങ്കര, അതിന് നിക്കോട്ടിൻ അനോണിമസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതി. അതിന് മെഡിസിൻ കഴിച്ചിട്ട് പല ആൾക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സ്മോക്കിംഗ് നിർത്തുമ്പോഴത്തേക്ക് ആൽക്കഹോളിനോടുള്ള തീവ്രമായിട്ടുള്ള അടുപ്പം കുറയുകയും ചെയ്യും. അപ്പോൾ ഡബിൾ ഗുണം കിട്ടും. സ്മോക്കിംഗ് നിർത്തുമ്പോൾ ആൽക്കഹോൾ നിർത്താൻ കഴിവ് കിട്ടും. പിന്നെ സ്മോക്കിംഗ് റിക്കവറി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഗുണമാണ്. കാരണം വെച്ചാൽ 6 മാസത്തിനുള്ളിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ രീതിയിലേക്ക് തന്നെ ഈ ശരീരം നീങ്ങും. അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ പ്രവർത്തനം വളരെയധികം മെച്ചപ്പെടുമെന്ന് പറയണം. നേരെ മറിച്ച് അയാൾക്ക് റിക്കവറി ഇല്ലെങ്കിൽ അയാളുടെ മരണം ഈ വളരെ ഭയങ്കര ഭീകരമായ മരണമായിരിക്കും. കാരണം വെച്ചാൽ ഈ സ്മോക്കിംഗ് കൊണ്ടുള്ള മരണത്തിൽ ഏറ്റവും കൂടുതൽ ഈ രക്തക്കുഴലിൻ്റെ ഉൾഭിത്തി, ആ ഭിത്തിക്ക് ബ്ലോക്ക് ഉണ്ടാക്കും. അവിടെ തകരാറുണ്ടാക്കി ബ്ലോക്ക്, രക്തം കട്ടി പിടിച്ച് ഹാർട്ട് അറ്റാക്ക് 4 ഇരട്ടി വേഗത്തിൽ വന്ന് മരിക്കും. അത് സ്ട്രോക്കിൻ്റെ രൂപത്തിൽ വരാം. അതുകൂടാതെ അയാൾക്കുണ്ടാകുന്ന സെക്ച്വൽ ഡിസ്ഫങ്ഷൻ, ഇറക്ഷൻ, ഉദ്ധാരണ ശക്തിയുടെ കുറവ്, അത് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതൊക്കെ അയാൾക്ക് അറിവുണ്ടാവില്ല. അത് എത്രമാത്രം ഡാമേജ് അയാൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് അയാൾക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ ഈ സ്മോക്കിംഗ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഈ നിക്കോട്ടിൻ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈവൻ സെക്ച്വൽ ആയിട്ടുള്ള ഇതിൽ പോലും അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഇറക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഉദ്ധാരണ ശക്തി കുറയുന്ന അത് ഉണ്ടാകും. പിന്നെ ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കും അതിലൊക്കെ. അപ്പോൾ ഈ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, ഈ അറ്റൻഡ് ചെയ്യുന്ന പല ആൾക്കും അതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സ്മോക്കിംഗ് സെസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ക്യാൻസർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, കഴുത്തിലും അതുപോലെ തലയിലും ഈവൻ നെഞ്ചിലും വരുന്ന ക്യാൻസർ കൊണ്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാർ മരിക്കുന്നത്. അത് കുറച്ച് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വ്യാപിച്ചു കഴിയുമ്പോഴായിരിക്കും അത് അറിയുകയും ചെയ്യുന്നത്. ഏർലി ഡെത്ത് ഉണ്ടാകുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ രോഗങ്ങളെ പറ്റി പറയാതെ ഈ രോഗചികിത്സയെ പറ്റി പറയാൻ പറ്റൂല. രോഗങ്ങളെ പറ്റി പറയാതെ രോഗചികിത്സയെ പറ്റി പറയുന്നത് ഒരു ശുദ്ധ അസംബന്ധമാണ്. കാരണം രോഗത്തിൻ്റെ തീവ്രത എന്താണെന്ന് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അവരുടെ ഷെയറിങ്ങിന് അതുകൊണ്ട് തന്നെ ഭയങ്കര ശക്തിയുണ്ട്. ഇപ്പോൾ ക്യാൻസറിൽ നിന്ന് റിക്കവറി ആയ ഒരാൾ പറയുമ്പോൾ ഒരു ക്യാൻസർ ഇല്ലാത്ത ആൾ അതിന് പറയുന്നതിനേക്കാളൊക്കെ എത്രയോ തീവ്രമാണത്. ക്യാൻസറിൽ നിന്ന് റിക്കവറി ആയ എത്രയോ ആൾക്കാരുണ്ട്. നമ്മുടെ പ്രോഗ്രാമിലുള്ളവർ തന്നെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംഗതികളൊക്കെ ശരിക്കും വലിയ ഇൻഫർമേഷനാണത്. ആ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കും. മറ്റൊന്ന്, നമ്മളെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പോലെ മനോഹരമായിട്ടുള്ളൊരു സംഗതി, നമ്മുടെ ബോധത്തിൻ്റെ ക്ലാരിറ്റി, ഈ ബോധത്തിന് പല തട്ടുകളുണ്ട്. ബോധം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ വെള്ളം പോലെ കിടന്നിട്ട്
അതിൻ്റെ ഉള്ളിൽ ഈ ഓർമ്മശക്തി, ബുദ്ധിശക്തി, പ്രവർത്തനശേഷി, കഴിവുകൾ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അത് പല ഓമന പേരിൽ അറിയുന്നുണ്ട്. പല ഓമന പേരുകളിൽ അത് അറിയുന്നത്. പക്ഷെ ഈ ബോധം എന്നുള്ള വാക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വാക്ക്, ബോധം. ആ ബോധത്തിൻ്റെ ക്ലാരിറ്റി, ക്ലിയർ ആയിട്ട് ഉള്ള ബോധം, വ്യക്തത, അത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഗ്രാമിലൂടെ വർഷങ്ങളായിട്ട് സോബറായ ആൾക്കാരിൽ അത് വളരെ വ്യക്തമായിട്ടും അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അവർ മറ്റ് സാധാരണ മനുഷ്യരെക്കാളും നല്ല രീതിയിലേക്ക് അവരുടെ ബോധത്തെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. രണ്ട് തരത്തിൽ. ഒന്ന്, പേഴ്സണലായിട്ട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ബോധം മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ആ ബോധം പ്രവർത്തിക്കുന്നത്. അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പെരുമാറാൻ പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അവരുടെ കോൺഷ്യസ്നെസ്, അവരുടെ ബോധം മെച്ചപ്പെട്ടിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്, കൂട്ടായിട്ടും. അതാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അവരുടെ ബോധം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഗ്രൂപ്പിലൊക്കെ തർക്കങ്ങളും പിടിവാശികളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനെപ്പറ്റി പല ചർച്ചകളും നടക്കാറുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് കലങ്ങിപ്പോയി, ഗ്രൂപ്പ് നിന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണെന്ന് പറയും. വ്യക്തിത്വ തകരാറുകളാണ്. അത് ഈ ആൽക്കഹോളിസത്തിന് കൂടെ ഉള്ള പല ആൾക്കാരുണ്ട്. ആൽക്കഹോളിസം ഒറ്റ രോഗമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗത്തിൻ്റെ ഒരു സംഗതി അതിൽ കൂടി പ്രവേശിച്ച് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, വ്യക്തിത്വ വൈകല്യങ്ങൾ അതിൽ കൂടി കയറി ഇങ്ങനെ ആൽക്കഹോളിസത്തിൽ കൂടി വന്ന് അങ്ങനെ വരാം. അല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം. മദ്യാസക്ത രോഗം പഴയ ആ വ്യക്തിത്വ വൈകല്യങ്ങളെ വല്ലാത്ത കുഴപ്പത്തിലാക്കി അതും എക്സ്പ്രസ് ചെയ്ത് അതും പുറത്തേക്ക് വരാം. അപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഗ്രൂപ്പ് കോൺഷ്യസ്നെസ്, ഗ്രൂപ്പിലെ ആ പൊതുബോധം മെച്ചപ്പെടുത്താനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ ലീഡേഴ്സ്, അവിടുത്തെ സെക്രട്ടറി, ഗ്രൂപ്പ് ലീഡർ, അവരൊക്കെ അതിനുവേണ്ടി വളരെ നല്ല ശ്രമങ്ങളൊക്കെ നടത്തണം. അങ്ങനെ പുതുമക്കാരായ ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരിലേക്ക് സന്ദേശം വ്യക്തമായ രീതിയിൽ എത്തിക്കാനും ഒക്കെ ഈ ഗ്രൂപ്പ് കോൺഷ്യസ്നെസ്, അത് കളക്റ്റീവ് കോൺഷ്യസ്നെസ്, അത് പൊതുബോധം, ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പറ്റും. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിനെ പറ്റി ഇപ്പോൾ ഒത്തിരി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ലോകത്തിൽ. അതിൽ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബോധം നമ്മുടെ ചുറ്റുപാടുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇതൊക്കെയാണല്ലോ നമുക്ക് ബോധം ഉണ്ടാക്കുന്നത്. അപ്പം ഈ ബോധം ഉണ്ടാക്കുന്ന സംഗതികൾ നമ്മുടെ മെമ്മറിയിൽ വരുന്നുണ്ട്. ഈ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ തകർച്ച ഉണ്ടാക്കുന്നത് രണ്ടവസ്ഥയിലാണ്. ഒന്ന്, ടോളറൻസ് ലെവൽ കൂടി, ഈ മദ്യത്തിൻ്റെ അളവ് കൂടി ഒരു കഴിവായിട്ട് കണക്കാക്കി സോഷ്യൽ ഡ്രിങ്കറാണെന്ന് വിളിക്കുന്ന ആള് തൻ്റെ കപ്പാസിറ്റി കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാലും പറയും ഞാൻ സോഷ്യൽ ഡ്രിങ്കറാണ്. അയാളുടെ ഈ ടോളറൻസ് ലെവൽ ചിലപ്പോൾ 15, ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ പറഞ്ഞു 15 പെഗ്ഗാണ് എൻ്റെ ടോളറൻസ് ലെവലെന്ന്. എൻ്റെ ലെവല് 15 പെഗ്ഗാണ്. അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് മൂപ്പര് പറയുന്നത്. പക്ഷെ മൂപ്പരുടെ രോഗാവസ്ഥ വളരെ കൂടുതലാണെന്നും ആ അവസ്ഥയിൽ ഈ ഓർമ്മ തകർന്നിട്ട്, അതായത് ബ്ലാക്ക് ഔട്ടിൽ പോകാനും വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്.
ഈ മെമ്മറിയിലെ കുഴപ്പം കൊണ്ട്. അതുപോലെ ഈ തലച്ചോറിൽ ഈ B1 ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് വളരെ നല്ലതാണ്. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ട് നമ്മളറിയാതെ വരുന്ന തലച്ചോറിലെ സൈക്കോസിസ് കടുത്ത മാനസിക രോഗമാണ്. ഭ്രാന്തെന്നാണ് മലയാളത്തിൽ പറയുന്നത്. ആ സൈക്കോസിസ് വരെയും വരും. അത് ആൽക്കഹോളിസത്തിൽ വളരെ കൂടുതലാണ്, ഈ കൊഴ്സാക്കോ സൈക്കോസിസ് എന്ന് പറയുന്ന രോഗം. അതിന് അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് ഏതിൽ വന്നാൽ പല ആൾക്കാരും ഷെയർ ചെയ്യും. ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് എൻ്റെ ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ എനിക്ക് മാറിക്കിട്ടി, എൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി, ബുദ്ധിശക്തി തിരിച്ചു കിട്ടി എന്നൊക്കെയുള്ള ഷെയറിങ്ങൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പൺ ഷെയറിങ്ങിൽ കൂടി വളരെയധികം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് പ്രോഗ്രാം ലോകവ്യാപകമായിട്ടുള്ള സംഗതിയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ ഡയറക്ടറി പല ആൾക്കും അറിയാൻ പാടില്ലാത്ത സംഗതികളുണ്ട്. ഇസ്രായേലിലും ഇറാഖിലും ഇറാനിലും സൗദി അറേബ്യയിലും ഒക്കെ വളരെ പ്രശസ്തിയുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇത് പല ആൾക്കും അറിയാൻ പാടില്ല. അഫ്ഗാനിസ്ഥാനിലുണ്ട്. അഫ്ഗാനിസ്ഥാൻ, അങ്കോള, അതുപോലെ അർജൻറ്റീന, ഓസ്ട്രിയ അതോടെയൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ലോകത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എൻ്റെ ഡയറക്ടറിയിൽ മിക്കവാറും 159 ഡയറക്ടറി 159 ഗ്രൂപ്പുകളുടെ ഇത് തന്നിട്ടുണ്ട്, പല രാജ്യങ്ങളായിട്ടുള്ളത്. ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് വളരെയധികം ലോകം എമ്പാടുമുണ്ട്. ഒരിക്കൽ ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ 2018 വളരെ കുറഞ്ഞ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. 2018 അല്ല, 2000 മുമ്പുള്ള ഗ്രൂപ്പുകളൊക്കെ വളരെ ശുഷ്കമായിരുന്നെങ്കിലും അതിനുശേഷം കേരളത്തിലെ ഗ്രൂപ്പുകൾ കണ്ടുപോകാനാണ്. ഇന്ന് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് ഇല്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ അഡ്രസ്സും അവിടുത്തെ ഫോൺ നമ്പറുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണം. ഇന്ന് വന്ന ആ സുഹൃത്തിന് കട്ടിപ്പാറയിലെ ഒരു നമ്പർ കിട്ടി, അങ്ങനെയാണ് അത് അവിടെ പോയത്. ഞാൻ പറഞ്ഞല്ലേ, പക്ഷെ അവരുമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഫോൺ വിളികളൊക്കെ ഉണ്ടെങ്കിലും ഈ സുബോധം തിരിച്ചു കിട്ടിയില്ല. അത് പക്ഷേ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ ഒരു 2 ആഴ്ച മരുന്ന് ആ കോൺഫറൻസിൽ വെച്ച് തന്നെ കുറിച്ച് കൊടുത്തു. അദ്ദേഹത്തിന് ആ മരുന്ന് ഉപയോഗിക്കാൻ പറ്റി. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് കഴിച്ചില്ല, സോബറാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനതിൽ വിശ്വസിക്കുന്നു, കാരണം അദ്ദേഹം പറയുന്നത് വിശ്വസിക്കണം. ഏതായാലും അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമുക്ക് ഏതെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ, റിലാപ്സിനെ പറ്റി തന്നെയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പരസ്പരം അത് അറിയാവുന്ന രീതിയിൽ പങ്കുവയ്ക്കാം. ഇന്ന് പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ പ്രത്യേക എന്താ പറയുക, സന്തോഷം പറയുന്നു. താങ്ക് യു. നന്ദി ഡോക്ടർ. സുഹൃത്തുക്കളെ, ഇതോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ.